നിലമ്പൂർ ടൗണിലെ ഗവൺമെന്റ് മോഡൽ യു.പി. സ്കൂളിൽ നിന്നും ഹരികുമാർ ചേരുകയാണ്. ഹരികുമാർ, വലിയ ഭേദപ്പെട്ട നിലയിലേക്ക് തന്നെയാണ് നിലമ്പൂരിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള ജനത്തിരക്കൊക്കെ പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഏത് രീതിയിലാണ് നിലമ്പൂരിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? 3:45 ഒരു കണക്കാണ് ഇപ്പോൾ പറഞ്ഞ 59%. നിലവിൽ 62%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി 6 മണി വരെയാണ് പോളിംഗ് ഉള്ളത്. 2 മണിക്കൂർ ഓളം സമയം ഇനി അവശേഷിക്കുന്നുണ്ട്. 6 മണി വരെ വരി നിൽക്കുന്ന എല്ലാവർക്കും പോൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഇപ്പോഴും ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിലായാൽ, അതായത് ഉച്ചഭക്ഷണ സമയത്ത് അല്പം മന്ദഗതിയിലായിരുന്നുവെങ്കിൽ പിന്നീട് ആളുകൾ ബൂത്തുകളിൽ എത്തിയിരുന്നു. ഇപ്പോഴും പല ബൂത്തുകളിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ടൗണിലെ ഗവൺമെന്റ് മോഡൽ യു.പി. സ്കൂളിലാണ്. ഇവിടെ 4 ബൂത്തുകളുണ്ട്. ഇതിൽ 2 ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ബൂത്തിൽ അധികം തിരക്കില്ല. ഇത്തരത്തിൽ തന്നെയാണ്. കാരണം 263 ബൂത്തുകളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 59 ബൂത്തുകൾ അധികമായി അനുവദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്കൊന്നും പല ബൂത്തുകളിലും അനുഭവപ്പെടുന്നില്ല. എന്തായാലും വൈകിട്ടോടെ, ഈ 6 മണിയോടടുത്ത് കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിൽ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം പല ജോലി തിരക്കിലും മറ്റും കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ ജോലിയെടുക്കുന്നവരൊക്കെ അവസാന ഘട്ടത്തിലായിരിക്കും പോളിംഗ് ബൂത്തുകളിൽ എത്തുക. എന്തായാലും ഇപ്പോൾ 62%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി 6 മണി വരെ സമയമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 പൊതു തെരഞ്ഞെടുപ്പിൽ 75.4% ഇതിനോട് അടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കുകൂട്ടലുകൾ ഉള്ളത്. എന്തായാലും പോളിംഗ് ശതമാനത്തിലെ വർധന മുന്നണികളുടെ വിജയസാധ്യതയ്ക്ക് നിർണായകം തന്നെയാണ്. ഇതിനുള്ള ഈ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും 3 മുന്നണികളും നടത്തുന്നുമുണ്ട്. സൈമൺ.